Hi guys, I am Rahul Dev, Lakshya School Plus Economics Faculty. നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു, വെക്കേഷൻ കഴിയാനായി. ഇനി വരാനുള്ളത് നമ്മുടെ +1 റിസൾട്ടാണ്. അതിനുശേഷം നിങ്ങൾ +2ലും അതേ മാർക്കിൽ പോകണം. അതേ മാർക്കിലല്ല പോകേണ്ടത്, അതിൽ കൂടുതലായിട്ട് മെച്ചപ്പെട്ടു പോകണം. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് എക്സ്പെക്ട് ചെയ്തവരുണ്ടാവാം. ചില ആളുകൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു, ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാമായിരുന്നു എക്സാം, എനിക്ക് ഇങ്ങനെ വന്നു, അടുത്തതിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ +2ൽ നമ്മൾ പരിഹരിച്ചു പോകും. എങ്ങനെ നമ്മൾ പരിഹരിക്കാം? ഒരു 5 മെത്തേഡിലൂടെ നമുക്കത് പരിഹരിച്ചു പോവാം. അതായത് നമുക്ക് പഠിക്കാനുള്ള ടിപ്സ് അല്ലെങ്കിൽ ടെക്നിക്സ്, എങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്ത് വരേണ്ടത്, എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഒരു ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങും. +1 കഴിഞ്ഞു പോട്ടെ, ഇനി +2ൽ നമുക്കത് ഡെവലപ്പ് ആക്കണം. അപ്പോൾ 5 മെത്തേഡിൽ ഒന്നാമത്തെ മെത്തേഡാണ് നിങ്ങൾ പഠിക്കാൻ കൃത്യമായിട്ട് ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചു പോകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഹെൽത്തി മൈൻഡ് സെറ്റ് ഉണ്ടാവുക? കൃത്യമായിട്ടുള്ള ഉറക്കം, നല്ല ഭക്ഷണം. ഇത് കിട്ടിയാലേ നമുക്ക് നല്ല രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് പഠിക്കാൻ ഉണ്ടാവുള്ളൂ. ഇനി എങ്ങനെ അത് ഉണ്ടാക്കാം? പൊമോഡോറോ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു 25 മിനിറ്റ്സ് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് കൊടുക്കുക. കാരണം എന്താ, ഒരു 20 മിനിറ്റിൽ കൂടുതലൊന്നും ഒരാൾക്ക് ഒരു കോൺസെപ്റ്റിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് ഇട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളതാണ്, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഓക്കെ. ഇനി എത്ര സമയം പഠിക്കണം? അത് ചിലപ്പോൾ രാവിലെ പഠിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് വൈകിട്ട് പഠിക്കാം. അപ്പോൾ ടൈം നിങ്ങൾ സെറ്റ് ചെയ്യണം. ഒരു 7:30 to 8:30 അല്ലെങ്കിൽ 8:30 to 9:30 അല്ലെങ്കിൽ വെളുപ്പിന് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവാം അല്ലേ? അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ടൈം സെറ്റ് ചെയ്യണം. ഈ പറഞ്ഞ മെത്തേഡിലൂടെയും നിങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കണം. ഇനി ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്താ, അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, അത് നിങ്ങൾ സമ്മറൈസ് ചെയ്യണം. ഒരു ഷോർട്ട് നോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലെക്ചർ നോട്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാൻ പറ്റും, സബ്ജക്റ്റ് ഓർത്തെടുക്കാൻ പറ്റും. എന്താ സാർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്, ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെയർ നോട്ട്ബുക്കിന്റെ പുറകു വശത്ത് എഴുതി വെക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഷോർട്ട് നോട്ട്സ് ആണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാനുള്ളതാണ് യൂസ് വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ഫ്ലാഷ് കാർഡ്സ്. എന്താ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റ് ഗ്രാഫ് രൂപത്തിലോ അല്ലെങ്കിൽ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻസിലോ ഒക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക, ഫ്ലോ ചാർട്ട് വഴിയൊക്കെ. ഇത്തരത്തിലുള്ള പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്കത് ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് എളുപ്പം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതൊരു മെത്തേഡാണ്. ഇനി ഫ്ലാഷ് കാർഡിന്റെ കാര്യം പറഞ്ഞു. എന്താ ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിരന്തരം കാണുന്ന ഒരു സ്ഥലത്ത്, ചിലപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മിററിലാവാം, എന്ത് ചെയ്യുക, ഒരു വൈറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, ഇതൊക്കെ ഷോർട്ട് നോട്ടായിട്ട് അവിടെ ഒട്ടിച്ചു വെക്കുക. അത് നമ്മൾ നിരന്തരം കാണാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്നും കാണുമ്പോൾ ആ കോൺസെപ്റ്റ്, ആ ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റ് ആണെങ്കിൽ കൂടി എന്നും കാണുമ്പോൾ അത് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് അത് റീഡ് ആയിക്കോളും. സോ ഇത്തരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ +1 എന്തൊക്കെ പോരായ്മകളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, അത് നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുള്ള അവസരം അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ +2ൽ ഈ വരാൻ പോകുന്ന ടൈമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട്, തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, അത് നമുക്ക് ഇനി മാറിക്കിട്ടും. അപ്പം നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇനി +1ൽ നമുക്കൊരു ചാൻസ് ഉണ്ട്, മാർക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാം അല്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്നുകൂടി അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം വഴി നിങ്ങൾക്ക് ആ കുറഞ്ഞ മാർക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ +2ൽ നമുക്ക് നല്ല രീതിയിൽ ഇനി പഠിക്കുകയും വേണം. ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരാനുള്ളതാണ് നമ്മുടെ ചാൻസ് എന്ന് പറയുന്നത്. സോ താങ്ക് യു ലക്ഷ്യ, നിങ്ങളുടെ കൂടെ ഉണ്ട്.